കലാലയ ജീവിതം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ PhDക്ക് കൽക്കട്ടയിലേക്ക് പോയി. അതിൻ്റെ ആ ഒരു സമയം, പിന്നെ അതിൻ്റെ ഡേറ്റ കളക്ഷൻ, ആ സമയത്ത് മീറ്റ് ചെയ്യുന്ന വലിയ കുറേ ആളുകളുണ്ട്. അതായത് അരുദ്ര, മോഹൻ ഖോക്കർ, കപില വാത്സ്യായൻ, പലതരം ഇൻ്റർവ്യൂസ് അവരുടെ കളക്ഷനിൽ നിന്ന് കേൾക്കാൻ പോകുന്ന മരിച്ചുപോയ പല ആൾക്കാരുടെയും, അതുപോലെ ചില റെയർ പെർഫോമൻസസ് എനിക്ക് കാണാൻ സാധിക്കുന്നത്, പല ഹിസ്റ്ററികൾ അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സമയമായിരുന്നു ശരിക്കും. ഞാൻ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 2005 ആയപ്പോഴാണ് ഞാൻ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് ഞാൻ ലണ്ടനിലേക്ക് പോകുന്നത്. ഈ കാലങ്ങളെല്ലാം ഒരു 2005 വരെ ആകുമ്പോഴേക്കും എൻ്റെ മേജർ പെർഫോമൻസസിൻ്റെ ഒരു വലിയ സമയമാണത്. ഞാൻ സീതാനം ദ ജേർണി ഓഫ് സീത ചെയ്യുന്നത് അതൊക്കെ ആ ഒരു സമയത്തുള്ളതാണ്. അപ്പോഴേക്കും ഞാനൊരു എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു മോഹിനിയാട്ടം നർത്തകിയായി മാറിയിരുന്നു. കൽക്കട്ടയിൽ സ്ഥിരമായി നിന്നല്ല, കൽക്കട്ടയിൽ പോയി വരികയും ലക്ഷ്മി ടീച്ചറുടെ വീട്ടിൽ അവിടെ ഉള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, അവരുടെ കൂടെ താമസിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോവുകയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ പോയി വരുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഞാൻ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോംസിലാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് എനിക്ക് സൗത്ത് ഇന്ത്യ ബേസ് ചെയ്ത് നിൽക്കാൻ കഴിയുമായിരുന്നു. പിന്നെ ചില പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞു രവീന്ദ്ര നൃത്തം, രവീന്ദ്ര സംഗീതം, ഇത് രണ്ടും വളരെ അടുത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. പക്ഷേ എനിക്ക് ലാംഗ്വേജ് ഒരു വലിയ വൈതരണിയായിട്ടാണ് തോന്നിയത് ആദ്യമൊക്കെ. പിന്നെ രണ്ടാമതും ബംഗാളികളുടെ ഒരു സ്ലോനെസ്, മിക്ക ഓഫീസ് പതുക്കെ രാവിലെ എഴുന്നേറ്റ് വരുള്ളൂ. ഒരു 10-11:30 ആകുമ്പോഴേ എല്ലാം ഒന്ന് ഇതായിട്ട് വരുള്ളൂ. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് സമരം. എപ്പോഴും അവിടെ നമ്മളുടെ പോലെ എല്ലാത്തിനും ഒരു സ്ട്രൈക്കും അങ്ങനെയൊക്കെയുള്ള ഒരു കലാലയ അന്തരീക്ഷമാണുള്ളത്. പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ നല്ലപോലെ ഉള്ളൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പോലെ ഒരു സെറ്റപ്പ് അല്ല എന്ന് മാത്രം, എങ്കിൽ പോലും എല്ലാ വിഭാഗവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ലപോലെ അതിൽ പങ്കെടുക്കും. പിന്നെ നൃത്തത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ പലർക്കും ഉണ്ടാവും, പലരുടെയും അത് കാണാൻ പോകലും. അങ്ങനെ ഒരു വളരെ കൾച്ചറലി വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ബംഗാൾ. ഇവരെല്ലാവരും കണ്ടിരിക്കുന്നത് കൽക്കട്ടയിലല്ല, അതാണ് രസം. എല്ലാവരും വെളിയിൽ വന്നിട്ട് പിന്നെ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കോളേഴ്സിനെയൊക്കെയാണ് ഞാൻ അത് ഡൽഹിയിലും കൽക്കട്ടയിലും അങ്ങനെയുള്ള യാത്രയും അല്ലെങ്കിൽ പെർഫോമൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു റിസർച്ച് അല്ലെങ്കിൽ പഠനങ്ങൾ അങ്ങനെയുള്ള ഒരു ലോകത്തേക്കും കൂടെ എനിക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫോക്കസ്ഡ് ആവുന്നത് ശരിക്കും 1998 ആദ്യമായിട്ട് ഞാൻ എൻ്റേതായ ഒരു പ്രസൻറ്റേഷൻ ചെയ്തേ. പിന്നീട് ഞാൻ മോഹിനിയാട്ടം വളരെ സജീവമായി കേരളത്തിലുണ്ട്. ആ സമയത്താണ് നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ ഒരു ഫേസായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംബാസഡറായിട്ട് എൻ്റെ ഒരു നൃത്തവും അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫ്സും എല്ലാം ജനശ്രദ്ധയിൽ വരുന്നത്. ആ സമയത്ത് കേരളത്തിൻ്റെ ഒരു ക്യാമ്പയിൻ, ടൂറിസം ക്യാമ്പയിൻ എന്ന് പറയുന്നത് വേൾഡിലെ വളരെ ഹിറ്റായ ഒന്നായിരുന്നു. അത് പൂർണ്ണമായും അനാവരണം ചെയ്യപ്പെടുന്നത് എൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഫേസിലൂടെയാണ്. കേരളത്തിൻ്റെ ഓരോ എക്സ്പ്രഷനിലൂടെ ഓരോ സ്ഥലം, അങ്ങനെ ഒരു രീതിയിലായിരുന്നു അത് ചെയ്തിരുന്നത്. അതിനൊരു ഗ്ലോബലി ഒരു സമ്മാനമൊക്കെ കേരള ടൂറിസത്തിന് കിട്ടുമായിരുന്നു. അപ്പോൾ അതെല്ലാം എന്നെ ശ്രദ്ധിക്കപ്പെടുത്തിയിട്ടുണ്ട്. ആക്ച്വലി മോഹിനിയാട്ടം ഏത് രാജ്യത്ത് പോയിരുന്നാലും എൻ്റെ ഫോട്ടോ ആയിരുന്നു. ഇതെല്ലാം ഒരു 98 to 2002 ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം സംഭവിച്ചു. പിന്നെ 2002 ഞാൻ മദ്രാസ് മ്യൂസിക് അക്കാഡമിയുടെ ബെസ്റ്റ് ഡാൻസർ ഓഫ് ദി ഇയർ ഇൻ കൺസേർട്ട് എന്നുള്ള ഒരു പുരസ്കാരം ആവുന്നത്. അത് മദ്രാസിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഈ ഒരു സംഭവമായിരുന്നു അത്. അതായത് നമുക്ക് ഈ മോഹിനിയാട്ടത്തിലൂടെ ഒരു നർത്തകിയെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ആദ്യമാണ്.
മദ്രാസ് മ്യൂസിക് അക്കാഡമിയെ സംബന്ധിച്ചപ്പോൾ. അപ്പോൾ എല്ലാവരും ഞെട്ടി, ഞാനും ഞെട്ടി എന്ന് പറഞ്ഞ പോലെയാണ് അന്നത്തെ ആ സംഭവം.